നമസ്കാരം. ഹലോ വേൾഡ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ MD-യും ചെയർമാനുമായ CJ റോയ് ആത്മഹത്യ ചെയ്തു. അതിനെപ്പറ്റിയുള്ള വിവരങ്ങളാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുണ്ട്, വിശ്വസിക്കാനാവുന്നതുണ്ട്. ഇതൊന്നും ഒരു കൺക്ലൂഷനിൽ ഇതുവരെ എത്തിയിട്ടില്ല. ആദ്യം അദ്ദേഹത്തിന്റെ സഹോദരൻ ആരോപിച്ചിരുന്ന ഇൻകം ടാക്സ് റെയ്ഡ് മുഖേനയുള്ള സമ്മർദ്ദം മൂലമാണെന്നാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഡയറി ഗ്രൂപ്പിലൂടെ അതല്ല കാരണം എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹത്തിന് ഏത് സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ ഒരു നിമിഷം കൊണ്ട് തന്റെ ജീവൻ അദ്ദേഹം കളഞ്ഞു. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് നമ്മൾക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കാൻ പറ്റാത്ത ഏതോ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഈ സമൂഹത്തിന്റെ മുന്നിൽ താൻ ഉയർത്തിക്കൊണ്ടുവന്ന കോട്ട പെട്ടെന്ന് ഇടിഞ്ഞു വീഴും എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതായിരുന്നു സത്യം. എന്നാൽ ഇതിന്റെ പിന്നിൽ എന്താണെന്നുള്ള കാര്യം ഗവൺമെന്റ് അന്വേഷിച്ചു വരികയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു ബിസിനസ്സുകാരൻ ഒരു നിലയിൽ എത്തിച്ചേരണമെങ്കിൽ, അല്ലെങ്കിൽ രാജ്യാന്തര ബിസിനസ് രംഗത്ത് വളർന്നു വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് പിന്നാങ്കളികളുണ്ട്, ഒരുപാട് സമ്മർദ്ദങ്ങളുണ്ട്, ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ ഒരു ബിസിനസ്സുകാരനായിട്ട് ഉയർന്നു വരാൻ പറ്റത്തുള്ളൂ. അത് ഒരു നഗ്ന സത്യമാണ്. അല്ല, പെട്ടെന്ന് ഒരാള് ഒരു ബിസിനസ്സുകാരനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. CJ റോയ് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. കേരളത്തിലും ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ ബിസിനസ് ശൃംഖല വ്യാപിച്ചിരിക്കുമ്പോൾ അതിന്റെ പിന്നിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രഷറും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ഒരു സത്യം തന്നെയാണ്. പക്ഷേ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഉണ്ടായേക്കാവുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ, ഒരു മൂല്യച്യുതി വന്നപ്പോൾ അദ്ദേഹത്തിന് ആരെ അഭിമുഖീകരിക്കാൻ പറ്റാതെ വന്ന് തന്റെ സ്വന്തം റിവാൾവർ, അതായത് സൈലൻസർ ഘടിപ്പിച്ച റിവാൾവർ കൊണ്ട് ഒറ്റ വെടിയുണ്ടെങ്കിൽ തന്റെ ജീവൻ വെടിഞ്ഞു. അതാണ് സത്യം. എന്നാൽ ഒരു കാര്യം നമ്മൾ വീണ്ടും ചിന്തിക്കണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിനേറ്റ മനോവ്യഥ, ആ കുടുംബത്തിന്റെ നാഥം നഷ്ടപ്പെട്ടു. 2 കുട്ടികളും സഹധർമ്മിയായി ഇപ്പോൾ ഉള്ളത്. അവരിനി അനുഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പലവിധ കമന്റുകളും വരുമ്പോഴും നമ്മളെല്ലാവരും അത് വളരെ ശ്രദ്ധിക്കണം. കാരണം ആ കുടുംബം ഇനിയിപ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ അതെല്ലാം നമ്മളെല്ലാം മനസ്സിലാക്കണം. റോയ് അദ്ദേഹം ജീവൻ വെടിഞ്ഞു, അദ്ദേഹത്തിന് ഇനി ഒന്നും അറിയണ്ട. എന്നാൽ ഇനിയും അവർ തന്റെ ഫാമിലി അനുഭവിക്കേണ്ടി വരുന്ന വിഷയങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതെവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ റോയിയുടെ സഹോദരൻ കുറ്റപ്പെടുത്തി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചപ്പോൾ പത്രസമ്മേളനം അവർ വിളിക്കാൻ എന്നിട്ട് ആ പത്രസമ്മേളനമൊക്കെ അവർ ക്യാൻസൽ ചെയ്തു. അതല്ല കാരണമെന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു. അപ്പോൾ ഇനിയും ഇൻകം ടാക്സ് റെയ്ഡ് അവർ നല്ല രീതിയിൽ തന്നെ നടത്തി ഇതിന്റെ സോഴ്സ് എന്താണെന്നൊക്കെ അവർ കണ്ടുപിടിക്കും. വളരെ പെട്ടെന്ന് ഉയർന്നു വരുന്ന ഒന്നും കാലത്തെ അതിജീവിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ബിസിനസ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ടാറ്റ ആയാലും ബിർള ആയാലും അംബാനിയും ഒക്കെ എന്ന് പറഞ്ഞാൽ തലമുറകളായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കൊക്കെ ഒരു അടിത്തറയുണ്ട്. അവരെ ഒന്നും ആർക്കും ഇപ്പൊ തൊടാൻ പറ്റത്തില്ല. എന്നാൽ ഒരു അദാനി ഗ്രൂപ്പ് ഒരു എക്സെപ്ഷനാണ്, ഗവൺമെന്റിന്റെ സപ്പോർട്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എങ്കിലും പെട്ടെന്ന് ഉയർന്നു വരുന്ന, പെട്ടെന്ന് വളർന്നു വന്നലിച്ച് നമുക്ക് പോലും അസൂയാവഹമായ രീതിയിൽ പോകണമെന്നും കാലത്തെ അതിജീവിച്ച് നമ്മൾ കണ്ടിട്ടില്ല. നമുക്കറിയാം ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അത് ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെയാണ് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പും പെട്ടെന്ന് ഉയർന്നു വന്നതാണ്. അതിന്റെ ഉയർച്ചയുടെ പിന്നില് എന്താണെന്ന് നമുക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല. ആ ബിസിനസ്സിൽ സിനിമാ നടന്മാർ, രാഷ്ട്രീയ പ്രമുഖർ, അങ്ങനെ പലരും കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപത്തിന്റെയൊക്കെ ഫലമായിട്ടാണ് അദ്ദേഹം ഉയർന്നു വന്നത്. അദ്ദേഹം പറയുന്നത് ഒരു ബാങ്കിൽ നിന്ന് ലോൺ പോലും എടുത്തിട്ടില്ല. പക്ഷെ അതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം 10,000 കോടിയുടെ ആസ്തിയുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ബാങ്കുമായിട്ട് പോലും ഒരു ബന്ധമോ അല്ലെങ്കിൽ അതുപോലുള്ള ഇടപാടുകളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്നാൽ ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഗവൺമെന്റിന്റെ നടപടികൾ കൊണ്ടാവട്ടെ, അല്ലാതെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനിയുള്ള വിഷയങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ടുന്ന കുടുംബമാണ്. അതായത് താൻ ഇഷ്ടപ്പെടുന്ന ഏതുവിധ വാഹനങ്ങളെയും സ്വന്തമാക്കാനുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ കാറുകൾ അദ്ദേഹത്തിന്റെ സമുച്ചയത്തിലുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ ഒരു കാര്യത്തിലാണ് നമുക്ക് വീണ്ടും സംശയം വരുന്നത്. ഇത്രയൊക്കെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുമ്പോഴും അതിലെന്തെങ്കിലും രഹസ്യ ഇടപാടുകൾ മറ്റ്
രാജ്യങ്ങളുമായിട്ടോ ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. അതെന്തുമായിക്കോട്ടെ, അത് അന്വേഷണം അതേ വിധി തന്നെ നടക്കട്ടെ. പക്ഷേ ഒരു കുടുംബത്തിൻ്റെ നാഥൻ ഇല്ലാതായിരിക്കുക. ഇദ്ദേഹം ഇടപെട്ട ആൾക്കാർക്കെല്ലാം വളരെ സൗമ്യനായിരുന്നു, സന്തോഷവാനായിരുന്നു. എപ്പോഴും ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു, മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തി പെട്ടെന്നില്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം കേരളീയ ജനതയ്ക്കെല്ലാം ഉണ്ട്. ആ വിഷമത്തിലെല്ലാം നമ്മൾ പങ്കുചേരണം. അതുപോലെ സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ കമന്റുകൾ അദ്ദേഹത്തിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഫാമിലിയെ കുറിച്ചോ ഒന്നും ഇനിയും പറയാതിരിക്കുക. ഇനിയും വരുന്ന സാഹചര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കുവാനും ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് ഇതെവിടെയാണ് കുഴപ്പമുണ്ടായെന്ന് കണ്ടുപിടിക്കാനും ഒക്കെ അവർക്ക് ഫാമിലിക്ക് സഹായം ഉണ്ടാകട്ടെ, അവർക്ക് അതിനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ആ സി.ജെ. റോയിയുടെ ആത്മാവിന് നമുക്ക് നിത്യശാന്തി നേരാം. ഈ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തിയ അദ്ദേഹം ഇപ്പോൾ ഈ ബിസിനസ് സാമ്രാജ്യം ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ഇത് മറ്റ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇത് വളർന്ന് പന്തലിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഹലോ വേൾഡ് ചാനലിൽ നിന്നും റിപ്പോർട്ടർ ബാബുസേനൻ.